ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. സോ ഇപ്പം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുള്ളൂ. അതിവിടെ ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാണ് ചെയ്തത്. ഈ ക്യാൻഡിൻ്റെ ക്ലോസ് ആഫ്റ്റർ 9:40 ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം 2 ലോട്ട് പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാണ് ചെയ്തത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ട്രേഡ്. നെക്സ്റ്റ് 2-3 ക്യാൻഡിൽസിൽ തന്നെ പ്രോഫിറ്റും ബുക്ക് ചെയ്തു. 1:1 ആണ് ബുക്ക് ചെയ്തത്. ഓർഡർ ബുക്ക് ഇവിടെ കാണാം. കണ്ടില്ലേ, 150 ക്വാണ്ടിറ്റി 190-ന് സെല് ചെയ്തു, 168-ന് എക്സിറ്റ് ചെയ്തു, 165-ന് എക്സിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 25 പോയിന്റ്സ് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അത് തന്നെയായിരുന്നു. ഈ ക്യാൻസൽ ചെയ്ത ഓർഡർ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിരുന്നതാണ്. ഓക്കെ, ഞാൻ ഓപ്ഷൻ ചാർട്ടിൽ കാണിക്കാം. ഇതാണ് ഇന്നത്തെ പ്രോഫിറ്റ്. ഓൾമോസ്റ്റ് ഒരു 3500-ന്റെ പ്രോഫിറ്റാണ് ഇന്ന് ബുക്ക് ചെയ്തത്. ഞാൻ നോർമലി 1% ബിലോ റിസ്ക് മാത്രമേ എടുക്കാറുള്ളൂ. അതിനനുസരിച്ചാണ് പൊസിഷൻ റൈസിങ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ക്യാൻഡിൽ വന്ന പുൾ ബാക്കിലാണ് ഞാൻ എൻട്രി എടുത്തത്. അതായത് 190-ൽ എൻട്രി എടുത്തു, 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചു, 20 പോയിന്റ് ടാർഗറ്റ്. നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ എൻ്റെ ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ, ഇതാണ് ഇന്നത്തെ ട്രേഡ്. എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് സൈഡ് വൈസ് ആണ്. അതായത് ഏകദേശം 70% ഓഫ് ദ ടൈം മാർക്കറ്റ് സൈഡ് വൈസ് ആയിരിക്കും. ഓക്കെ, സോ അതിനനുസരിച്ചാണ് എൻ്റെ സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മിക്കവാറുമുള്ള എല്ലാ വീഡിയോസും ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് പോയി നോക്കിയാൽ കാണാം. ഞാൻ എല്ലാം മിക്കവാറും ഞാൻ ട്രേഡ് ചെയ്യുന്നത് റിവേഴ്സൽസ് ആണ്. മോർണിംഗിൽ ഉണ്ടാകുന്ന റിവേഴ്സൽസ് ആണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് 70% ഓഫ് ദ ടൈം സൈഡ് വേസ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു മൂവ്മെന്റ് താഴോട്ട് ഷാർപ്പായിട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് ഷാർപ്പായിട്ട് ഒരു മൂവ്മെന്റ് തരുവാണെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സപ്പോർട്ട് എടുക്കുകയോ റെസിസ്റ്റൻസ് എടുക്കുകയോ ചെയ്യും. അല്ലേ? 70% സമയവും അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. സോ ഇതൊരു പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. സോ പ്രോബബിലിറ്റി ഏതിനാണോ കൂടുതൽ നമ്മൾ ആ സൈഡിൽ വർക്ക് ചെയ്യണം. അത് തന്നെയാണ് ഞാനും ചെയ്തത്. ഇവിടെ വന്നിട്ട് ഒരു 4-5 ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ തന്നിട്ട് വന്ന ഷാർപ്പ് ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. അതും ADR പ്ലസ് CPR ലെവലിലാണ്. ഇവിടെ CPR ഉണ്ട്, ADR ലെവലും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു സപ്പോർട്ട് റേഞ്ചും ഉണ്ട്. ഇന്നലെ കുറേ അധികം സമയം മാർക്കറ്റ് ഇവിടെ കൺസോളിഡേഷൻ നടത്തിയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും അവൈലബിൾ ആണ്. ആരാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് ആ സൈഡിലോട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. ഓക്കെ, സോ ഞാൻ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം ക്യാച്ച് ചെയ്യാൻ എന്തായാലും പറ്റില്ല. നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി, ഇന്നലെ അതുപോലെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേനെ. കണ്ടില്ലേ, ഈ ഷാർപ്പ് ഫോളിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേനെ. സോ എല്ലാ ദിവസവും ഒരു കൃത്യമായ പ്ലാൻ അനുസരിച്ചാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. ഏകദേശം 3500 ആണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. അത് ഏകദേശം 1% ഓഫ് മൈ ക്യാപിറ്റലാണ്. നിയർലി 0.5% to 1% ആണ് ഡെയിലി ടാർഗറ്റ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് അത് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, 3500. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.